ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വളർത്തുന്ന അഡീനിയം ചെടികളൊക്കെ പ്രൂൺ ചെയ്യേണ്ടുന്ന ടൈമായിട്ടുണ്ട്. നമുക്ക് അഡീനിയം ചെടി ഒക്ടോബർ മുതൽ ജനുവരി വരെ പ്രൂൺ ചെയ്യാം. നമ്മൾ ഒക്ടോബർ മുതൽ പ്രൂൺ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, മഴയില്ലാത്ത ടൈം നോക്കി വേണം. സാധാരണ ചിലപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ മഴയുണ്ടെങ്കിൽ അന്നേരം പ്രൂൺ ചെയ്യരുത്. അഥവാ പ്രൂൺ ചെയ്താലും മഴ കൊള്ളാതെ മാറ്റി നിർത്തണം. ചില സമയങ്ങളിൽ ഒക്ടോബർ നവംബറിൽ അധികം മഴ കിട്ടാത്ത സമയങ്ങളാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അഡീനിയം ചെടിയെ പ്രൂൺ ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഏകദേശം ഫെബ്രുവരി മുതൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നത് കൊണ്ട് ഒക്ടോബർ നവംബറിലൊക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശിഖരങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനായിട്ട് പറ്റും. അഡീനിയം ചെടി പ്രൂൺ ചെയ്യുമ്പം അതിൻ്റെ കോഡക്സ് നല്ല തിക്കായിട്ട് വളരാനും നല്ല കട്ടിക്ക് വളർന്നു വരും. അഡീനിയം ചെടി പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേണമെങ്കിൽ റീപ്പോർട്ട് ചെയ്യണം. പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യേണ്ടുന്ന സ്റ്റേജ് ആണെങ്കിൽ അഡീനിയം ചെടി പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് വേണം റീപ്പോർട്ട് ചെയ്യാൻ. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റീപ്പോർട്ട് ചെയ്യുന്നത് പ്ലാന്റിന് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ ചെടി പ്രൂൺ ചെയ്യുന്ന അന്ന് തന്നെ, പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെടിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് മണ്ണ് നല്ല രീതിയിൽ നനവുള്ള സമയത്ത് വേണം പ്രൂൺ ചെയ്യാൻ. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തേക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല. വെള്ളം ഒഴിക്കുമ്പം എങ്ങനെയെങ്കിലും അതിനകത്ത് പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഫംഗസ് ബാധ ഉണ്ടാവാനും ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെയോ അല്ലെങ്കിൽ 2-3 ദിവസത്തിനകവും നമ്മൾ വെള്ളം വീഴാതെ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രൂൺ ചെയ്യാൻ എടുക്കുന്ന കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ നല്ല ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ പൗഡർ തേച്ച് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്യണം. ഫംഗസ് ബാധയൊന്നും വരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കത്തി ഉപയോഗിക്കാനായിട്ട്. ഇപ്പം ഒരു ചെടി പ്രൂൺ ചെയ്യുമ്പം അതിൻ്റെ കോഡക്സിന് തൊട്ട് ഒരു 1-1.5 ഇഞ്ച് മുകളിൽ വെച്ച് വേണം പ്രൂൺ ചെയ്യാനായിട്ട്. അന്നേരം പ്ലാന്റ് നല്ല തിക്കായിട്ട്, കോഡക്സ് നല്ല തിക്കായിട്ട് വളർന്ന് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നല്ല രീതിയിൽ ബ്രാഞ്ചസും ഒക്കെ വന്ന് വളരാനായിട്ട് നമുക്ക് ഈ ഹാർഡ് പ്രൂണിങ് നല്ല രീതിയിൽ ചെയ്താൽ മതി. അന്നേരം പ്ലാന്റ് നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് വളർന്നു വരും. പ്രൂൺ ചെയ്യുന്ന ഭാഗം നമ്മൾ നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിനകത്തുനിന്ന് ഒരു വെളുത്ത ദ്രാവകം വരും. അത് നല്ല രീതിയിൽ തുടച്ച് കളഞ്ഞിട്ട് ഒരു ആൻറ്റി ഫംഗൽ പൗഡർ ആ പ്രൂൺ ചെയ്ത ഭാഗത്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. സാധാരണ ആൻറ്റി ഫംഗൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫ് ചെറുതായിട്ടൊന്ന് കുഴച്ച് നല്ല രീതിയിൽ അത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഫംഗസ് ബാധയില്ലാതെ നമുക്ക് പ്ലാന്റിനെ സംരക്ഷിക്കാൻ പറ്റും. വെള്ളം വീണാലോ അല്ലാതെ എന്തെങ്കിലും രീതിയിൽ പ്ലാന്റ് ചീത്തയാകാതെ നല്ല രീതിയിൽ നമുക്ക് പ്രൂൺ ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ചെടി പ്രൂൺ ചെയ്യുമ്പം കിട്ടുന്ന ചെറിയ തണ്ടുകൾ നമുക്ക് കുഴിച്ച് വെച്ച് വേറെ പ്ലാന്റാക്കി വളർത്തിയെടുക്കാനായിട്ടും പറ്റും. ഇതുപോലുള്ള പ്ലാന്റ് ഈ പ്രൂൺ ചെയ്യുന്ന ഭാഗത്ത് അതിനും കുറച്ച് ഫംഗിസൈഡ് തേച്ച് കിളിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ പ്ലാന്റൊക്കെ ഒക്ടോബർ പകുതി കഴിഞ്ഞപ്പം പ്രൂൺ ചെയ്ത പ്ലാന്റുകളാണ്. ഇപ്പം നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മഴയൊന്നും ഏക്കാഞ്ഞതുകൊണ്ട് പ്ലാന്റ് ഒന്നും ചീത്തയായിട്ടുമില്ല. പ്ലാന്റ് നല്ല രീതിയിൽ നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. ഇനിയിപ്പം ഫെബ്രുവരി മുതൽ ഇതിനകത്ത് നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും. അഡീനിയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം അഡീനിയം വയ്ക്കാൻ. അഡീനിയത്തിന് വളത്തിനെക്കാട്ടിൽ പ്രാധാന്യം വെയിലാണ്. പൂവുണ്ടാകാനും ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും ഒരു 6-7 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം അഡീനിയം വെക്കാനായിട്ട്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വെയിലത്ത് വെക്കാം. നല്ല വെയിലത്ത് വെച്ചെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ കിളിർത്ത് നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ കിളിർത്ത് പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അഡീനിയം പ്രൂൺ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന മെയിനായിട്ടുള്ള കാര്യം, പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വെള്ളം ഒഴിക്കരുത്. അതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അഡീനിയത്തിനെ വെക്കാൻ ശ്രദ്ധിക്കണം.
അഡീനിയം പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം, ഒരു മാസമൊക്കെ കഴിയുമ്പം നല്ല രീതിയിൽ ചെറിയ തളിർപ്പൊക്കെ വന്ന് പ്ലാന്റ് ഒന്ന് ഉഷാറായി കഴിയുമ്പം 19-19 NPK 19-19-19 1 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അന്നേരം ഈ പുതിയ ബ്രാഞ്ചസ് വരുന്നത് നല്ല ഉഷാറായിട്ട് വളരാനും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഈ 19-19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അഡീനിയം വളർത്തുന്നവർ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അഡീനിയത്തിനെ പ്രൂൺ ചെയ്യുക. നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.